അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ചെറിയ യാത്രയ്ക്ക് ഇറങ്ങുവാണ് കേട്ടോ. ഇത്തവണ വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ സ്വന്തം മധുരൈ. ഫാമിലിയായിട്ട് ഒരു 2 ദിവസത്തെ ചെറിയ ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത്. പ്രധാന പരിപാടി എന്തെന്ന് ചോദിച്ചാൽ നല്ല ഫുഡ് കഴിക്കുക, കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണുക, പിന്നെ ഫാമിലിയായിട്ട് അടിച്ചു പൊളിക്കുക. ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബും ഷെയറും ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പം എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു പ്രിയ ആൻ്റണി വ്ളോഗ്. അപ്പം നമ്മളങ്ങനെ മധുരയ്ക്ക് വന്നോ കേട്ടാ. മധുരയിലെ മീനാക്ഷി അമ്മൻ ടെമ്പിളിലേക്ക് പോകണമെങ്കിൽ നമ്മളിവിടെ പെരിയാർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് ഇറങ്ങണ്ടേ. ഞങ്ങൾ ബസ്സിലാണ് വന്നത്. ആക്ച്വലി ഞാൻ ബുക്ക് ചെയ്യണ സമയത്ത് ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റോപ്പിലാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താ ഭാഗ്യത്തിന് അപ്പം എഴുന്നേറ്റപ്പോൾ മനസ്സിലായി. അങ്ങനെ ചായ എല്ലാം കുടിച്ച് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോകാനുള്ള പ്ലാനാട്ടാ. അപ്പോൾ വഴിയിൽ വെച്ച് റിക്ഷക്കാരനെ കണ്ടു. എന്നാൽ പിന്നെ റിക്ഷയിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഹോട്ടൽ അന്നപൂർണ റെസിഡൻസിയിലാണ് ഞങ്ങൾ റൂം എടുത്തത്. പിന്നെ അധികം വൈകിയില്ല, ഞങ്ങൾ മീനാക്ഷി അമ്മൻ കോവിലിലേക്ക് പോവാണ്. ഈ വഴിയിലൂടെ വരുമ്പോഴുള്ള കാഴ്ചകൾ അതിമനോഹരാട്ടാ. അങ്ങനെ മാത്തുട്ടിനും പ്രിയൊക്കെ പൂവൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ മീനാക്ഷി അമ്പലത്തിലേക്ക് പോവാട്ടാ. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈ വഴിയരികിൽ നിന്ന് തന്നെ കഴിച്ച് നേരെ അമ്പലത്തിലേക്ക്. സെപ്റ്റംബർ മാസത്തിലത്തെ ഉത്സവത്തിനായിട്ട് മധുരൈ മൊത്തം ഒരുങ്ങിയിരിക്കുകട്ടാ. മുന്നേ വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മധുരൈ റിനോവേഷൻ വർക്ക്. അതൊക്കെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. മീനാക്ഷി കോവിലേക്ക് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ നമ്മുടെ ചെരുപ്പും ബാഗും മൊബൈൽ ഫോണൊക്കെ അവിടെ വെച്ചിട്ട് വേണം ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട്. മീനാക്ഷി ടെമ്പിളിലത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. നമുക്ക് ഉള്ളിലത്തെ ഫുള്ള് വീഡിയോസ് നമ്മൾ ബാക്കി തഞ്ചാവൂരൊക്കെ പോയ പോലെ എടുക്കാൻ പറ്റില്ല, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് ഏറ്റവും ബെസ്റ്റ് അധികം രാവിലെ പോകുന്നതാണ്. അപ്പൊ കുറച്ച് തിരക്കുറവുണ്ടാവും. ഞങ്ങള് രാവിലെ ബസ് ഇവിടെ എത്തിയപ്പോ 6 മണി, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എത്തിയപ്പോ 8 മണി. ഒരു 3 മണിക്കൂർ ക്യൂ ഉണ്ട് ഈ ദർശൻ കഴിഞ്ഞ് വരാൻ, പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. പിള്ളേരൊക്കെ ഇട്ട് വരാണെങ്കിൽ കുറച്ചധികം നേരത്തെ വരാണ് നല്ലത്. അപ്പൊ ഞാൻ അടുത്ത് ഞങ്ങള് ഇവിടുത്തെ മെയിൻ ഫുഡ് സ്പോട്ടുകളിൽ പോകാനുള്ള പ്ലാനാണ്. അങ്ങനെ ഉച്ച സമയപ്പോൾ ആ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ശ്രീ മീനാക്ഷി എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ നല്ലൊരു വെജിറ്റേറിയൻ മീൽസ് കഴിച്ചു കൂട്ടാ. നല്ല അടിപൊളി ഫുഡായിരുന്നു. മീനാക്ഷി ടെമ്പിളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ റൂമിൽ വന്ന് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടാ. നല്ല ക്ഷീണമുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നല്ല വെയിലായിരുന്നു. ഇപ്പം നോക്കിയാൽ അന്തരീക്ഷം ആകെ മാറി, ലൈറ്റ് മഴ. മധുരയിൽ ആദ്യമായിട്ടാണെന്നുണ്ട് ഇതേപോലെ ഒരു മഴ കാണുന്നത്. ഞാനേ വണ്ടി റെന്റിന് എടുക്കാമെന്ന് വിചാരിക്കുക. നമ്മളിവിടെ ഓട്ടോയിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ചിലവാണ്. പ്രത്യേകിച്ച് പുറത്തുനിന്നുള്ള ആൾക്കാരാകുമ്പോൾ നല്ല രീതിയിൽ അവർ പൈസ മേടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വിളിച്ചു നോക്കിയപ്പോൾ ഇവിടെ നമുക്ക് സ്കൂട്ടർ റെൻറ്റിന് കിട്ടും. അപ്പോൾ റെൻറ്റിന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ കറങ്ങാമല്ലോ. നാളെയും കൂടി ഉണ്ടല്ലോ. ഉച്ച തിരിഞ്ഞ് 4:30 ആയപ്പോൾ നല്ല ചൂട് ചായയും അതുപോലെ തന്നെ ബട്ടർ മിൽക്കൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ കറങ്ങാനായിട്ട് ഇറങ്ങാട്ടാ. അങ്ങനെ നമ്മൾ തെപ്പക്കുളത്ത് എത്തിയിട്ടാ. ഈ തെപ്പക്കുളം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ചുറ്റും വെള്ളമാണ്. നടുവിലൊരു ടെമ്പിളുണ്ട്. ആ ടെമ്പിളിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, പക്ഷെ ചുറ്റും ഇവിടെ നിന്ന് ഇവിടുത്തെ കടകളിലത്തെ കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കാം. തെങ്ങിന്റെ മറ്റേ ഇൻസൈഡുള്ള ഒരു മറ്റേ പാട്ട് മുറിക്കുമ്പോ മുകളിലുണ്ടാവില്ലേ? നമ്മള് அங்கே இது யாரும் சாப்பிடுறதில்ல. இங்கே மதுரையில் நல்ல ஃபேமஸாக சாப்பிடுவோம். நல்ல வயிற்று வலி, புண்ணு, அல்சரு, சுகரு, மூட்டு வலி, சுற்று வலி നമ്മളെ പൊങ്ങ് വയ്ക്കണവര്. ഞങ്ങള് തെപ്പക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നോക്കാം. തെപ്പക്കുളം 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ അധികം സ്ഥലങ്ങൾ ക്ലോസ് ചെയ്യും. ഒരു ഗാന്ധി മന്ദിർ ഉണ്ട്, പിന്നെ തിരുനായ്ക്ക് ഒരു ടെമ്പിൾ ഉണ്ട്, ഒരു യുനെസ്കോയിലുള്ളതാണ് പാലസ്. അപ്പോൾ അതൊക്കെ നാളെ പോവാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അപ്പോൾ ഞങ്ങളൊരു വണ്ടി റെൻറ്റിന് എടുത്തു. ആ വണ്ടിയിലാണ് ഇപ്പോൾ ഞങ്ങളുടെ കറക്കം. അപ്പം നൈറ്റ് ഇതേപോലെ എവിടെയെങ്കിലും നല്ല ഫുഡ് സ്പോട്ടൊക്കെ പോയി ഫുഡ് കഴിക്കാനുള്ള പരിപാടിയില്ല. ഇത് മിഠായി എന്നാ മിഠായി ആണ്? ചൗ മിഠായി. കോഴിക്കോടും ഈ ചൗ മിഠായി കിട്ടും. മലയാളത്തിൽ ഇതിന് എന്താണെന്ന് പറയാമെന്ന് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. ഇത് വാച്ച് ഇവിടെ വാച്ചൊക്കെ തിന്നണി വാച്ചിങ്ങനെ. തിരുമല നായിക്ക് മഹൽ പണിയാനായിട്ട് ഇവിടെ എക്സ്കവേഷനൊക്കെ ചെയ്ത് ഇവിടുന്ന് കട്ടി മണലൊക്കെ കൊണ്ടുപോയിട്ടാണ് ഇവിടെ ഒരു കുളം പോലെ ആയത്.
നമ്മുടെ മെയിൻ പരിപാടി ഫുഡ് അടിക്കുക എന്നുള്ളതാണ്. ഇവിടുത്തെ ലോക്കൽ ഫുഡുകളൊക്കെ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെയും പ്രിയയുടെ മെയിൻ കാര്യം. നല്ല ടേസ്റ്റ് ആട്ടോ അവിടുത്തെ ഫുഡൊക്കെ. നമ്മുടെ അവിടുത്തെ ബട്ടർ ബണ്ണാണ്ട് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാ. ഇതാണെങ്കിൽ ബട്ടറിൽ പിന്നെയും ചൂടാക്കും. ഇത് ഈ ബണ്ണൊക്കെ ഇങ്ങനെ കുറച്ചുകൂടി ഭയങ്കര മെൽട്ടായി പോകും. ചക്കയ്ക്ക് എത്രയാ പ്ലേറ്റ് റേറ്റ് വരുന്നത്? 60 രൂപ. കാളെന്ന് പറഞ്ഞൊരു ഡിഷാണ്. അവിടെ മഷ്റൂം വെച്ചിട്ടുണ്ടാക്കണ ഒരു ചില്ലി ഗോബി ഒരു ടൈപ്പ് ഒരു ഡിഷാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കാൻ. ഫാമിലി ആയിട്ട് വന്നതുകൊണ്ട് ഇവിടെ കുറച്ച് സമയം റിലാക്സ് ചെയ്യാനും ഫോട്ടോസൊക്കെ എടുത്ത് അതുപോലെ മാത്തുട്ടിന് ഇവിടെ കളിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കയറി നല്ലൊരു സമയം ഇവിടെ നമുക്ക് ചിലവഴിക്കാൻ പറ്റി. പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് ഇവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. അപ്പോൾ തെപ്പക്കുളവും കണ്ടു. ഇനി അടുത്ത പരിപാടി എന്തെന്ന് ആർക്കെങ്കിലും അറിയോ? ഫുഡ്. മധുരൈ വന്നിട്ട് ഫുഡില്ലാതെ നമ്മുടെ ട്രിപ്പ് മുന്നോട്ട് പോയില്ലല്ലോ. ഞങ്ങൾ ഇനി പോകുന്നത് മെയിൻ സ്ഥലത്തേക്ക് കേട്ടാ, അതായത് ഫേമസ് ജിഗർദണ്ഡ. ജിഗർദണ്ഡ കഴിക്കാനായിട്ടാണ് മെയിനായിട്ട് ആൾക്കാർ ഇവിടേക്ക് വരുന്നത്. ശരിക്കും ഈ ആൾക്കാരൊക്കെ തിരക്ക് കണ്ടപ്പോഴേ ഞെട്ടിപ്പോയിട്ടാ ഞാൻ. അപ്പൊ ഇതാണ് ജിഗർദണ്ഡ, ഫേമസ് ജിഗർദണ്ഡ. എന്താ ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓണത്തിന് പാലട പായസത്തില് പാലട പായസത്തില് ഐസ്ക്രീം ഇട്ട ടേസ്റ്റ്, അതിന്റെ കൂടെ ബദാമും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ജിഗർദണ്ഡ കഴിച്ച ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ഒരു നല്ലൊരു ബൺ പൊറോട്ടയും അതുപോലെ തന്നെ മട്ടൻ ചാപ്സൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ നേരെ വിട്ടു. ഫുഡെല്ലാം കഴിച്ചിട്ട് നല്ല ക്ഷീണമായിട്ടാ നേരെ നമ്മൾ പള്ളിയിലേക്ക്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പള്ളിയിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വീണ്ടും റൂമിലേക്ക് എത്തി. റൂമിൽ കയറിയിട്ട് നല്ല രീതിയിലൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ. ഇനി നമുക്ക് നാളെ കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ സെക്കൻഡ് ഡേ ആണ് കേട്ടോ മധുരയിൽ. ഇന്നലെ മധുരൈ വന്നിട്ട് നമ്മൾ മീനാക്ഷി അമ്മൻ ടെമ്പിളും അതുപോലെ ഒരു തെപ്പക്കുളം മാത്രമേ പോയുള്ളൂ. ബാക്കി ഇനി സ്ഥലങ്ങൾ കാണാനിരിക്കണുള്ളൂ. പ്രത്യേകിച്ച് പറയാനുള്ളത് ഫുഡീസാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായും വരേണ്ട സ്പോട്ടാണ് മധുരൈ. ഇവിടെ നമുക്ക് എന്താ പറയുക, ബൺ പൊറോട്ട, മട്ടൻ ചാപ്സ്, ബിരിയാണി, പിന്നെ ഫേമസ് ജിഗർദണ്ഡയിൽ തന്നെ ഫേമസ് ജിഗർദണ്ഡ കഴിക്കണേണ്ട. പിന്നെ ഇവിടെ ഒരു അലുവയുണ്ട്, പ്രേമവിലാസം എന്ന് പറഞ്ഞൊരു കടയില്ലേ, അതൊക്കെ അടിപൊളി തന്നെ കേട്ടോ. കഴിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഒരു ദിവസം കൊണ്ട് മധുരൈ കണ്ട് തീർക്കാന്നുള്ള പ്ലാനാണെങ്കിൽ ഒന്നും നടക്കില്ല കേട്ടോ. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ മീനാക്ഷി അമ്മൻ ടെമ്പിളിൽ പോയാൽ തന്നെ ദർശനം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ സമയമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വരാണ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും 2 ദിവസമെങ്കിലും ഇവിടെ നിന്നാലേ നടക്കുള്ളൂ. ഞാൻ കാലത്തായിട്ട് ഒന്ന് നടക്കാറിറങ്ങിയതാ. പ്രിയും മാത്രത്തിന് അവിടെ ഉണ്ട്. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് മുരുകൻ ഇഡ്ഡലി വെജ് റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങൾ വന്നത്. ഇവിടുന്ന് നല്ല ചൂട് വടയും ദോശയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ തിരുമല നായിക്ക് കാണാൻ പോവാം. ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഉണ്ടല്ലേ, ഇറ്റലി ഇന്ത്യ തമിഴ്നാട് ടിക്, അപ്പോൾ ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകണം. മധുരയിൽ വന്നിട്ട് കാണേണ്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് ഇത്. രാജാക്കന്മാരുടെ കാലത്ത് ഒരു വലിയ കൊട്ടാരം. ഇത് 17-ാം നൂറ്റാണ്ടിൽ തിരുമല്ലൈ നായക്കാണ് പണി കഴിച്ചത്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ കണ്ടമാനം വലിയ വലിയ പില്ലേഴ്സ് കാണാം. പണ്ട് ഇത് എങ്ങനെയാണ് ആർക്കിടെക്ചറൊന്നും ഇല്ലാതെ പണിത് കഴിച്ചതെന്ന് ആർക്കും ഒരു പിടിയില്ല. കണ്ടമാനം സിനിമകൾ പിടിച്ചിട്ടുള്ള ഒരു ലൊക്കേഷനാണ് കേട്ടോ ഇത്. ബോംബെ, ഗുരു, ഇരുവർ, അത് കൂടാണ്ടും വേറെ കുറേ മൂവീസ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നത് രാജാവിൻ്റെ ഈ ഇരിപ്പിടം ആണ്. കാലത്തായപ്പോൾ തന്നെ നല്ല ചൂടാട്ടാ. ഞങ്ങൾ അവിടെ നിന്ന് നേരെ തിരിച്ചത് ഗാന്ധി മ്യൂസിയം കാണാനാണ്. മ്യൂസിയത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ റിനോവേഷൻ്റെ ഭാഗമായിട്ട് അടച്ചിട്ടൊക്കെയാണ്. പിന്നെ ചെറിയ ഭാഗം മാത്രമാണ് ഓപ്പൺ ആയിട്ടുള്ളത്. മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല. അവിടെ മെയിനായിട്ട് ഗാന്ധി ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, ഡ്രസ്സുകൾ, അന്ന സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. അങ്ങനെ അധികം വൈകാണ്ട് ഇവിടെ നിന്ന് നമ്മൾ വിട്ടു. ചൂട് കാരണം ഞങ്ങൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, നേരെ മൂവി കാണാനായിട്ട്.
നോക്കിയപ്പോൾ സ്പൈഡർമാനുള്ളത് മാത്തുവിനെ കണ്ണാട വെച്ചിട്ട് ആദ്യത്തെ പടം. നല്ല മൂവി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഉച്ചയായപ്പോൾ വീണ്ടും നമ്മൾ മട്ടൻ ബിരിയാണിയും പൊറോട്ടയൊക്കെ കഴിക്കാനായിട്ട് വീണ്ടും ഇവിടെ ഒരു ജനകി റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിട്ടാ. കാണുമ്പോൾ വലിയ ഹൈജീനിക്കൊന്നും തോന്നിയില്ലെങ്കിലും ഫുഡൊക്കെ അത്രയ്ക്ക് ടേസ്റ്റാട്ടാ. നമ്മൾ ആ പറഞ്ഞ ഹൈപ്പ് ഇവിടെ നമുക്ക് കിട്ടി. എന്തായാലും മധുര വിടല്ലേ, അപ്പൊ എന്തായാലും കൊത്തു പൊറോട്ടയും പെപ്പർ ചിക്കനും കൂടി ഒന്നും പിടിച്ചു. അപ്പൊ വീണ്ടും ചിക്കൻ തണ്ട കഴിക്കാൻ പറ്റിയില്ലെങ്കിലല്ലേ മധുര വന്നിട്ട് ഇത്രക്ക് ടേസ്റ്റ് കാട്ടി കട എന്താ മാത്രമാണ് ചിക്കൻ തണ്ടയുടെ മെയിൻ ആള്. എങ്ങനെയുണ്ട് ചിക്കൻ തണ്ട? സൂപ്പറാ. വൈകുന്നേരം 6:45-നാണ് ഞങ്ങളുടെ ട്രെയിൻ റിട്ടേൺ, ഗുരുവായൂർ എക്സ്പ്രസ്. അപ്പം അതുവരയ്ക്ക് സമയം കളയാനായിട്ട് പോത്തി സിൽക്കിൽ വന്നോക്കാം. പ്രിയക്ക് ഡ്രസ്സുകളൊക്കെ ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ അവളൊരു ഡ്രസ്സ് അങ്ങനെ മേടിച്ചു. ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ധാവണി. എന്തൊരിത് നൂല് കളർ റെഡ്. അങ്ങനെ ഇവിടുത്തെ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങായിട്ടാ. അപ്പം എല്ലാവർക്കും ബൈ ഫ്രം പ്രിയ ആൻ്റണി.